അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലുള്ള നോമ്പുതുറ സൽക്കാരം. അതിനു വേണ്ടിയിട്ട് അതാ സീനത്തിൻ്റെ വീട്ടുകാരെല്ലാവരും വരും. മോനെ ഷെഫി, ഉമ്മ വിളിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ആ ഉമ്മ, ആവശ്യമുള്ളതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ചെയ്യല്ലേ? ആ മോനെ, ആയിക്കോട്ടെ. പിന്നെ അവിടെയുള്ള എല്ലാവരോടും വരാൻ പറഞ്ഞുകൂടായിരുന്നോ? നമ്മളെ ഇവിടെ കുറച്ച് അയൽവാസികളും പിന്നെ നമ്മളെ ഫാമിലിയുള്ളവർ കുറച്ച് ഉണ്ടാവുമല്ലോ. ആ ഉമ്മ, ഒക്കെ സെറ്റാണ്, അതൊന്നും വിഷമിക്കേണ്ട. പെട്ടെന്ന് അതാ സീനത്ത് വിളിക്കുന്നു. ഷെഫിക്ക, ഇവിടെ വരി. ആ, എന്താ? അതെ, പിന്നെ എല്ലാവരും വരുമല്ലോ. അവരൊക്കെ എപ്പോഴാണ് എത്തുക? നിങ്ങളെ ഫാമിലി പെട്ടവരെ അമ്മായികൾ അവരൊക്കെ എപ്പോഴാണ് എത്തുക? അവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എത്തും. ഓഹോ, അങ്ങനെയാണല്ലേ. ആ, പിന്നെ എന്തൊക്കെ തന്നെ തിരക്കായാലും എന്നെ കെയർ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. പിന്നെ ഷെഫി ഉസ്താദിനെ മാത്രം കരുതി ജീവിക്കുന്നവളാണ് ഈ ഞാൻ. അപ്പോൾ എപ്പോഴും എന്നെ ഒരു ഓർമ്മ വേണം കേട്ടോ. കൂട്ടുകാരും കുടുംബക്കാരൊക്കെ വരുമ്പോഴൊക്കെ എന്നെ മറക്കരുത്. എന്താ സിനത്ത് നീ പറയുന്നത്? നിന്നെ ഞാൻ അങ്ങനെ മറക്കുക? നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ അവർ സ്വീകരിക്കേണ്ട എന്നല്ല, പക്ഷെ എന്നാലും ആ ഒരു കൂട്ടത്തിൽ എന്നെ മറക്കരുതെന്ന്. അങ്ങനെയൊന്നുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, അഥവാ മറന്നാലോ? അങ്ങനെ ആകെ മറക്കോ പെണ്ണെ? ഷെഫി, എനിക്ക് സങ്കടം വരുന്നു. എന്തിന്? അല്ലേ, എന്തൊക്കെ തന്നെയായാലും ഒരു നോമ്പുതുറ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചിലവല്ലേ? എല്ലാവരും വീട്ടിലേക്ക് വരലും അവർക്കുള്ള സാധനങ്ങൾ കൊടുക്കലും ഒക്കെ ആകുമ്പോൾ കുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ഈ ചെറിയ വരുമാനം കൊണ്ട് എങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു? നീ എപ്പോഴും എൻ്റെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയാണല്ലോ നിനക്ക് എന്താ ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നീ എന്തിനത് കൂടെ അത് പറയുന്നത്? ഷെഫി ഉസ്താദ് അത് പറഞ്ഞു. അല്ല, എനിക്ക് ഭയങ്കര ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ആവോ, പ്രയാസമാവോ എന്നൊക്കെ ഒരു തോന്നൽ. വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് സീനത്ത് തൻ്റെ ഭർത്താവിനോട് അങ്ങനെയൊക്കെ പറയുന്നത്. അതിനെന്താടേ, ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോയതാണ്. എന്ത് ഇപ്പോഴായിട്ട് ഒരു തികയോ വരുമാനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ രണ്ട് തലയും കൂട്ടി മുട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്ത് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ശമ്പളമുള്ള ഞങ്ങൾക്കാണ്. പക്ഷേ ഏറ്റവും വിപുലമായ ഭക്ഷണം ഞങ്ങളാണ് കഴിക്കുന്നത്. നീ അത് മനസ്സിലാക്കുന്നുണ്ടോ? ഓ, അതെങ്ങനെ? ഈ ഒരു 5000 രൂപ ശമ്പളം കൊണ്ട് എന്താക്കാനാ? അതെ, അതാണ് ഞങ്ങൾ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളാണ്. പക്ഷെ ക്യാഷ് ഞങ്ങൾക്ക് കുറവായിരിക്കും. എങ്കിലോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് എത്തിക്കഴിയുകയും ചെയ്യും. ഓഹോ, എന്നിട്ടാണപ്പോൾ ഈ ഒരു വീടൊക്കെ ഇങ്ങനെ? നിങ്ങളുടെ വർത്താനം കേട്ട വിചാരിക്കും നിങ്ങളുടെ വീട് വലിയ കൊട്ടാരാണെന്ന്. സീനത്തെ, നിനക്ക് എന്താ ഇവിടെ, എന്താ നിനക്ക് സൗകര്യത്തിന് കുറവ്? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാനതൊക്കെ തീർത്ത് തരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ എത്തിയപ്പോൾ എ സിയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ. എ സി അത് നിൻ്റെ വീട്ടിൽ? സോറി, വേണ്ട. ഈ ഒരു റമദാനിൽ ഞാൻ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അതെ, എൻ്റെ വീട്ടിലുണ്ടോ ഇല്ലയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ അതൊക്കെ വേണമെന്നാണ് നിർബന്ധം. അല്ലാതെ എൻ്റെ വീട്ടിലുണ്ടോ ഇല്ലയെന്നല്ല. ഓ, അങ്ങനെയാണല്ലേ. ഞാൻ കരുതി നീ അങ്ങനെയുള്ള വീട്ടിലൊക്കെ ജീവിച്ചതായതുകൊണ്ട് സാധാരണ ഒരു ഓടിട്ട് വീട്ടിൽ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് ഞാൻ കരുതിയത്. ആ, എന്തൊക്കെ തന്നെയാലും ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. ഇൻഷാ അല്ലാ അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലാസ് കൂടെ എക്സ്ട്രാ എടുക്കണം. 2-3 ക്ലാസ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഒരു ക്ലാസ്. എന്തിന്? ഇനി ഇവിടെ തന്നെ നിൽക്കാനാണ് പ്ലാന്. അല്ലാതെ പിന്നെന്താ, എൻ്റെ ഫീൽഡ് ഇതല്ലേ. ആയിക്കോട്ടെ. അപ്പോൾ എന്നോട് സ്നേഹമില്ല, ഇതുവരെ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചതൊക്കെ എന്താ സീനത്ത് നീ ഉദ്ദേശിക്കുന്നത്? അതല്ല, നിങ്ങൾ ഗൾഫിൽ പോകണം എന്നാൽ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഷ്ടപ്പെട്ടാലും ഒരുപാട് പണം കിട്ടുമല്ലോ. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. നിനക്ക് എന്ത് കാര്യം ഇവിടെ നടക്കാത്തത്? എനിക്ക് നല്ലൊരു ഐഫോൺ ഉണ്ടോ? നിങ്ങൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് എനിക്ക് തന്നിട്ടുള്ളത്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ എടുക്കുന്ന പോലെ ഡ്രസ്സ് എടുക്കുന്നുണ്ടോ? ചെരുപ്പുകൾ വിധം വിധം ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ജ്വല്ലറിയിൽ പോയിട്ട് മാലകളും ഡയമണ്ട് നെക്ലേസും വാങ്ങിക്കുന്നുണ്ടോ? ഒരു സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ അതൊക്കെ കൂടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതിനൊന്നും കഴിവില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളൊരിക്കലും ഞാൻ ഒഴിവാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ സഫലമാക്കാൻ നിങ്ങളൊന്ന് ഗൾഫിൽ പോയേ മതിയാവൂ, പ്ലീസ്, ദയവായി. ഷെഫി ഉസ്താദിന് അതെല്ലാം കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. സീനത്തെ, നമ്മളിപ്പോൾ ഇവിടെ റാഹത്തോടു കൂടി ജീവിക്കുന്നുണ്ടല്ലോ, ഇതിലേറെ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ അതെൻ്റെ കൂട്ടുകാരിക്കുണ്ട്. അവളുടെ ഭർത്താവ് അത് അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസായി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കതൊന്നും പ്രതീക്ഷിക്കാനാവില്ല. എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ സർപ്രൈസ് തന്ന് കെട്ടിപ്പിടിക്കുന്നത് അതൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് കൊതിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊരു പഴഞ്ചൻ ഉസ്താദിനെ. എന്താ നീ പറയുന്നത്? പഴഞ്ചൻ ഉദ്ദേശിച്ചത് എന്താ? ഞങ്ങളിവിടെ നിസ്കാരവും ഖുർആൻ പാരായണവും സലാത്തുകളും ചെല്ലുന്നതാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ? പുതിയ രീതിയിൽ ജീവിക്കുന്ന ആളാകണം, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ആയി മാറണം. നിങ്ങൾക്കെന്താ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഐഫോൺ സമ്മാനം തന്നൂടെ? പെണ്ണേ, അത് 1.5 ലക്ഷം രൂപയൊക്കെ വരൂലേ ഒരു ന്യൂ ഐഫോണൊക്കെ വാങ്ങുമ്പോൾ? നിനക്കൊരു യൂസ്ഡ് ആക്കിയാലോ? 75,000 ഒക്കെ രൂപ വരുന്ന, 50,000 രൂപ വരുന്നൊക്കെ വേണമെങ്കിൽ ഞാൻ അത് EMI ഇട്ട് നിനക്ക് വാങ്ങി തന്നോളാം. എനിക്കൊന്നും വേണ്ട. യൂസറും വേണ്ട, പിന്നെ ഒരു പീസും വേണ്ട. എനിക്ക് നല്ല ഫ്രഷ് വേണം, ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ 16. എടി പെണ്ണേ, നമ്മുടെ ഈ വീട് വിറ്റത് കിട്ടൂല അത്ര ക്യാഷ്. എന്താ നീ പറയുന്നത്? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയാൽ പോരെ? നോ, അങ്ങനെയല്ല. ആൻഡ്രോയിഡ് ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോഴൊന്നും തീരെ ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഐഫോണിലാകുമ്പോഴാണെങ്കിൽ നല്ല ക്ലിയറാണ്, നല്ല ക്ലാരിറ്റിയാണ്. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അത് വെച്ച് സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം ഈ ഫോണും കൊണ്ട് എങ്ങോട്ടൊന്ന് പോകാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഫോൺ വിളിക്കുക, അത്യാവശ്യം എന്തെങ്കിലും വീഡിയോസ് കാണുക, അത്യാവശ്യമൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഈ ഫോൺ കൊണ്ട് ഒരുപാട് ക്ലാരിറ്റിയുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്തിനാ? എന്തെങ്കിലും ആവശ്യം ഉണ്ടല്ലോ. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനൊക്കെ അത് അത്യാവശ്യമാണ്. എൻ്റേത് മാത്രം ക്ലിയർ ഇല്ലാത്ത ഫോണായിരിക്കും. ഇൻഷാ അല്ലാ, ഞാൻ നോക്കട്ടെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, എങ്ങനെയെങ്കിലും വാങ്ങുക, എന്നിട്ട് ഞാനതിങ്ങനെ മാസത്തിലിങ്ങനെ അത് അടച്ചു വീട്ടുക. എൻ്റെ ആഗ്രഹം അതാണെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് കയറി കിട്ടിയാൽ മതി. നിങ്ങളൊന്ന് കയറി കിട്ടിയാൽ തന്നെ എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ നേടാൻ കഴിയും. അപ്പോൾ നീ എന്നെ ഇവിടെ നിർത്തൂലല്ലേ? എനിക്ക് ഈ നാട് അത്രക്കും ഇഷ്ടമാണ്. നാടും വീടും അത്രക്കും ഇഷ്ടമാണടി എനിക്ക്. അതിനപ്പുറത്തേക്കിട്ട് ഒരു പുറംലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാനേ കഴിയുന്നില്ല. ദയവായി നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടാക്കല്ല, എനിക്ക് അങ്ങോട്ടുള്ള ഇഷ്ടം കൊണ്ടാണ്. മോനെ, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ, എന്താ? മോനെ, എടാ സമയമായി തുടങ്ങിയില്ലേ, നീ എല്ലാം കൊണ്ടുപോവാ. ആ, എന്താ ഇത്രമാത്രം ഇപ്പം നിന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ലമ്മ, എൻ്റെ ഭാര്യയ്ക്ക് ഐഫോൺ 16 ഫ്രഷ് പീസ് വേണമെന്ന് അവൾ പറയുന്നു എന്ന് പറയാൻ ഉസ്താദിന് പറ്റില്ലല്ലോ. എങ്കിലും അവൾ നന്നാക്കിയിട്ട് തന്നെ പറഞ്ഞു. ഉമ്മ, അവൾ അല്ല, ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയായിരുന്നു. മോനെ, ഓൾക്കിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്വഭാവം കാര്യങ്ങളൊക്കെ കഴിക്കണല്ലേ? ആ ഉമ്മ. അങ്ങനെ അത് ഷെഫി ഉസ്താദ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഉമ്മ എല്ലാം സെറ്റാക്കി. ഇടയ്ക്കിടെ അവളും ഒന്ന് കൂടിക്കൊടുത്തു എന്നല്ലാതെ കൂടുതലായിട്ടൊന്നും അവൾ ആ ഭാഗത്തേക്ക് വന്നില്ല. അപ്പോഴേക്കും അതാ അമ്മായികളൊക്കെ വന്നു തുടങ്ങി. അവൾ അവളുടെ മണിയറയിൽ തന്നെ ഇരുന്നു. മോളെ, സീനത്തെ, അമ്മായി വന്ന് വിളിച്ചു. ആ, എന്തൊക്കെയാ മോളെ, സുഖല്ലേ? അല്ലാതെ അമ്മായി എപ്പോൾ വന്നോ അതിനെക്കുറിച്ച് ഒരു വാക്കോ ഒന്നും പറഞ്ഞില്ല. നേരെ അതാ നാത്തൂൻ്റെ അടുത്തേക്ക് പോകുന്നു, ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക്. എടി, എന്താ പണിയെ കഴിഞ്ഞോ? വാ, സഹായിക്കാൻ എന്തെങ്കിലും കൊണ്ടാ വേഗം. അതന്നെ കുറച്ച് നേരത്തെ കാലത്തെ വന്നത്.
വേണ്ട താത്ത, നിങ്ങൾ അവിടെ ഇരുന്നോളി, ഒക്കെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിക്കണ്. മരുവള് ഓള് കൂടിയൊക്കെ ചെയ്തില്ലേ? ആ പിന്നെ ഓള് കുറേ കൂടിയിട്ട് ഇപ്പണ്ട് പോയതാണ്. ഒരിക്കലും മരുമകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, കുറ്റം വന്നു, നല്ലത് മാത്രം. എങ്ങനെ ഉണ്ടടി? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ ശരിയായില്ലേ? ആ അൽഹംദുലില്ലാ, റാഹത്താണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ റബ്ബേ, എൻ്റെ കുട്ടിക്ക് പഠിച്ചോ ഞങ്ങളൊരു നല്ല ജീവിതം കൊടുക്കട്ടെ. എൻ്റെ ഷെഫിമോനെ കുറിച്ച് മാത്രമാണ് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അവളുടെ വീട്ടുകാരെല്ലാം എത്തി. സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടുകാരൊക്കെ എല്ലാവരെയും സന്തോഷത്തോടെ അവിടേക്ക് സ്വീകരിച്ചിരുത്തി. അയൽവാസികളൊക്കെ വന്നു. ശരിക്കും ഷെഫി ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു, പഠിച്ചോനെ മാഷാ അല്ലാ, അള്ളാഹുവെ കുറച്ചും കൂടി വലുതാക്കി കഴിക്കുകയാണെങ്കിൽ എനിക്ക് അത്രക്കും സന്തോഷമായിരുന്നു. അവളുടെ വീട്ടുകാർ എത്തിയപ്പോൾ തന്നെ സീനത്ത് ഉസ്താദിനോട് കൂടുതൽ കൊഞ്ചാനും കൊഴിയാനും ഒക്കെ തുടങ്ങി. അത് കണ്ട് അവളുടെ വീട്ടുകാർ, ഓ മാഷാ അല്ലാ, അപ്പോൾ സമാധാനമായത്, അവർ തമ്മിൽ ഒരുമിച്ചിക്കണ്. മറ്റേതാകെ ടെൻഷനായിരുന്നു അവളെ കാര്യത്തിൽ. ഇപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ അവർ സംസാരവും ശരിയും കളിയും. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ ആയിക്കോളൂന്ന്. കുറച്ച് ദിവസം നിന്നപ്പോൾ ഒക്കെ ശരിയായില്ലേ? അതിൽ അവളുടെ ഉമ്മ പറഞ്ഞു, എന്നാലും എനിക്ക് എന്താ അറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ ആകപ്പാടെ ഒരു ബേജാറ്, എന്താണെന്ന് അറിയുന്നില്ല. ഹേയ്, അതൊക്കെ എൻ്റെ തോന്നലാണ്. ഇപ്പോൾ കണ്ടില്ലേ, റാഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എന്നാൽ അവളുടെ ആങ്ങള നേരെ ഉസ്താദിൻ്റെ അടുക്കളത്തിൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും അളിയ, റാഹത്തല്ലേ? ആ അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, അങ്ങനെ ജീവിച്ചെന്ന് കണ്ടാൽ മതി. കാരണം പ്രയാസമായിരുന്നു, വിഷമമായിരുന്നു, ഇപ്പോഴാണ് സന്തോഷം തോന്നുന്നത്. ആ ശരിക്കും പറഞ്ഞാൽ ഉസ്താദിന് അതിന് ശരിക്കൊന്നും മൂളാനൊന്നും കഴിഞ്ഞില്ല. കാരണം സീനത്തിന് ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും പ്രവാസ ലോകത്തേക്ക് പറഞ്ഞു വിടണം എന്നതായിരുന്നു. അതവരോട് പറയണോ? അല്ലെങ്കിൽ വേണ്ട, അവൾക്ക് എന്തെങ്കിലും വിഷമമായാലോ? തൽക്കാലം ഒന്നും പറയണ്ട. ഷെഫി ഉസ്താദ് അതെല്ലാം മറച്ചു വെച്ചു. അവൾ പറയുന്ന വാക്കുകൾ അതെല്ലാം എന്തിനാ? അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, അല്ലാതെ നമ്മളായിട്ട് ഒരാളെ വെറുതെ വഷളാക്കണ്ടല്ലോ. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ അവളെ ചീത്ത പറയും. എന്ത് കാര്യത്തിനാണ് നീ അവനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കുന്നത്? നിനക്ക് ഇവിടെ റാഹത്തുള്ള ജീവിതമല്ലേ എന്നൊക്കെ പറയും. തൽക്കാലം ഒന്നും മിണ്ടണ്ട. അങ്ങനെ അതാ നോമ്പ് തുറക്കുവാൻ സമയമായി. എല്ലാവരും അവിടെ ഒത്തുകൂടി. ഷെഫി ഉസ്താദിന് മനസ്സിൽ ഭയങ്കര സന്തോഷം. റബ്ബേ അൽഹംദുലില്ലാ, അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ, എൻ്റെ ഭാര്യയ്ക്ക് നല്ല ബുദ്ധി നൽകി റഹ്മാനെ. എന്ത് കാര്യത്തിന് അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വളരെയധികം വലുതാണ്. പക്ഷേ ഈ എളിയവനായ ഞാൻ, അതും ഇത്രയും കുറഞ്ഞ ശമ്പളമുള്ള ഞാൻ, അവളുടെ വലിയ വലിയ സ്വപ്നങ്ങൾ എങ്ങനെ നേടിക്കൊടുക്കാനാണ്? അല്ലാ, ഞാൻ എന്ത് ചെയ്യാം? ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണം, അവളുടെ ഇഷ്ടങ്ങൾ നേടിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നു. നോമ്പുതുറയെല്ലാം കഴിഞ്ഞ് അതാ സീനത്തിൻ്റെ ഉപ്പ ഉസ്താദിനോട് പറഞ്ഞു, അതെ മോനെ നല്ല രീതിയിൽ കഴിഞ്ഞോട്ട്, റാഹത്തല്ലേ? ആ ഉപ്പ അൽഹംദുലില്ലാ, സുഖാണ്. പക്ഷേ ഉപ്പ, എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറിയ രീതിയിലുള്ള ലളിതമായ ജീവിതം ഒരിക്കലും അവൾക്ക് ആ രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഈ മദ്രസ ജീവിതത്തിൽ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ മോനെ അവൾ പറയുന്നത്? മറ്റൊന്നുമല്ല, അവൾക്ക് വലിയ ഐഫോൺ വേണം, കാര്യങ്ങൾ വേണം, AC വേണം, അങ്ങനെ മൊത്തത്തിൽ എല്ലാം സുഖകരമായൊരു ജീവിതമാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാം ഒരു പരിമിതി ഉണ്ടല്ലോ. എൻ്റെ വീടാണ്, ഓടിട്ടതാണ്, പിന്നെ അത് മാത്രമല്ല അങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ വീടാണ്. അതുകൊണ്ട് ഉപ്പ, എനിക്ക് മറ്റൊരു വഴി ആലോചിക്കേണ്ടി വരും. എന്ത് മുന്നേ പറഞ്ഞത്? അല്ല, എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഫീൽഡൊന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. അതായത് അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപ്പ വലുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മോനെ, എടാ, നിൻ്റെ കൂടെ ജീവിച്ചാൽ അവൾ നന്നാവുമെന്ന് കരുതിയിട്ടാണ് ഒരു ഉസ്താദായ നിനക്ക് അവൾ ഞാൻ കല്യാണം കഴിപ്പിച്ചു തന്നത്. പക്ഷെ നീ ഒരു ഫീൽഡ് മാറ്റിപ്പിടിക്കുകയാണോ? ഉപ്പ എന്ത് ചെയ്യും? അവൾ നിരന്തരം എന്നോട് പറയാണ്, നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കണം. ഒരു പ്രവാസ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും, അല്ലാതെ ഇവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല.
നമ്മുടെ വീട് കണ്ടില്ലേ, എന്താണിതിങ്ങനെ? എനിക്ക് എൻ്റെ കൂട്ടുകാരികളുടെ പോലെ സുഖമില്ല, സൗകര്യങ്ങളില്ല. എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു, അതും ഇതും. പക്ഷേ എനിക്ക് അതൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ മറ്റു രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരും. മോനെ, ഉപ്പാക്ക് ശരിക്കും ടെൻഷനായിരുന്നു. കാരണം മകളുടേത് ആലോചിച്ചിട്ട്. മോനെ, ഈ ഒരു ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ സോലിഹായ ഭർത്താവ് എന്നുള്ള രീതിയിലാണ്. എന്ന് ജോലി മാറിയെന്ന് കരുതിയിട്ട് ഞാൻ സോലിഹ അല്ലാതിരിക്കുമല്ലോ. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോയല്ലേ. ഇൻഷാ അല്ലാ അവിടെ മദ്രസ ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഉപ്പ ഞാൻ പ്രവാസ ലോകത്തേക്ക് യാത്രയാകും. അത് കേട്ട് ശരിക്കും ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പൊന്നുമോൾക്ക് ഉള്ള സൗകര്യത്തിൽ ഇവിടെ ജീവിച്ചാൽ പോരെ? എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? എൻ്റെ മകളുടെ അത്യാഗ്രഹമാണോ? എനിക്കറിയുന്നില്ല മോനെ, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് അറിയാമായിരുന്നു നിൻ്റെ അടുക്കലെത്തിയാൽ എൻ്റെ മോൾ നന്നാവുമെന്നുള്ളത്. ഇപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു കാഴ്ച കാണുമ്പോൾ സന്തോഷമുണ്ട്, റാഹത്തുണ്ട്. പെട്ടെന്ന് അതാ അവൾ അങ്ങോട്ട് വരുന്നു. ഷെഫിക്ക, ആഹാ, ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നോ ഉപ്പയും ഷെഫിയും? ഉപ്പ, ഷെഫിക്ക ചിലപ്പം ഒരു പ്രവാസിയാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മോളെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഉസ്താദിനാണ്, അല്ലാതെ ഒരു പ്രവാസിയാകാൻ വേണ്ടിയുള്ളവർക്കല്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ പ്രവാസികളുണ്ടാവും. അതൊന്നുമല്ലല്ലോ ഷെഫി ഉസ്താദിന് കുറച്ചൊക്കെ സാമ്പത്തികം വരണ്ടേ? അതിനിവിടെ നിന്നാൽ നടക്കില്ല ഉപ്പ ഒന്നും. അതുകൊണ്ടാണ് അവൾ അങ്ങനെയാണ് പറഞ്ഞത്. ഉപ്പ അതിന് കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പായി. അപ്പോൾ വൈകാതെ തന്നെ ഷെഫി ഉസ്താദ് ഇവിടെ നിന്ന് പുറപ്പെടും. ഷെഫി ഉസ്താദ് മനസ്സിനത് വല്ലാത്തൊരു വേദനയുണ്ടാക്കി. എന്തിന് ഇവിടെ ഇങ്ങനെ ഒരാളുടെ ഇഷ്ടമില്ലാത്ത രീതിയിലങ്ങ് നിൽക്കണം? എന്തിനാ? പോകാം, അതായിരിക്കും നല്ലത് അല്ലേ ഷെഫിക്ക? നമുക്ക് നല്ലൊരു ജീവിതം വേണമെങ്കിൽ ഒന്ന് പ്രവാസിയാകണം, നല്ലതല്ലേ? ഉപ്പയുടെ മുമ്പിൽ നിന്ന് അവളത് പറഞ്ഞു. ഷെഫി ഉസ്താദ് വെറുതെ ഒന്ന് മൂളി. അന്ന് നോമ്പ് തുറന്ന് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. കാര്യം ഉമ്മയോടും ഉപ്പ പറയുന്നു. അതെ, ഷെഫി ഗൾഫിലേക്ക് പോവാണെന്നോ അങ്ങനെയൊക്കെ പറയുന്നത്. മോൾക്ക് സൗകര്യം പോരത്രേ. അവളുടെ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ അവൻ ഗൾഫിലേക്കൊന്ന് പോകണമെന്ന്. അല്ലാ, എന്തിന്? നല്ല മോനാണ്, അവർക്ക് ആ സൗകര്യമൊക്കെ പോരെ? എന്തിനാണ് കൂടുതലായിട്ട്? ഉണ്ടല്ലോ, അത്യാവശ്യത്തിനൊരു വീടുണ്ടല്ലോ, ആകെ ഒരു മോനും. പിന്നെ ഇപ്പം എന്ത് ചെയ്യാം? അവളങ്ങനെ പറഞ്ഞ് പാവം ഷെഫീനങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. പാവം അവൻ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറയാണ്. അല്ലാ, ഈ പെണ്ണിന് എന്തിൻ്റെ കേടാ? എവിടെ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ നിമിഷം തന്നെ അതാ ഉമ്മ ഫോണെടുത്ത് വിളിക്കുന്നു. ഹലോ, ആ മോളെ, എന്ത് പണി ഈ പറയണത്? ഷെഫി ഉസ്താദിനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാന്നോ? പിന്നെ ഒരു ഉസ്താദാകുമ്പോൾ ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ ഗൾഫ് കൊണ്ടല്ല ജീവിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കഴിഞ്ഞു പോകും. വേറെ ഫീൽഡൊക്കെ അവർ മാറി അവർക്ക് നഷ്ടമാണ് ഉണ്ടാകുക. നിനക്കത് മനസ്സിലാകായിട്ടാണ്. അതിനെന്താ? എൻ്റെ ഭർത്താവ് പോയ നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉമ്മയോട് ആ ഒരു തട്ടുത്തരം നിറഞ്ഞ ആ ഒരു ചോദ്യം അവൾ ചോദിച്ചപ്പോൾ ഉമ്മാക്ക് ഉത്തരമില്ലായിരുന്നു. അല്ല മോളെ, പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളോടൊന്നും പറയാനും പറ്റൂല. നല്ലൊരു ജോലി ഉപേക്ഷിക്കണ്ട വെറുതെ. ഉസ്താദെന്ന് പറഞ്ഞാലേ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല. പലരും ആഗ്രഹിച്ച് കിട്ടുന്നതാണ്. നീ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ദയവായി. അതിലാണ് ബർക്കത്ത്. നിനക്കെന്താ ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി? നിനക്കെന്താ അവിടെ ഒരു കുറവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇനിയും എന്തൊക്കെയോ നേടിയെടുക്കണം ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി മാത്രമാണ്. സീനത്ത് അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പാവം ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പരിങ്ങി നിൽക്കുകയാണ്. റബ്ബേ, എന്താ ഞാൻ ചെയ്യാം? ഈ ഫീൽഡൊക്കെ ഇട്ട് പോവേ ഗൾഫിക്ക്. അവിടെ പോയൊരു പ്രവാസിയായി ജീവിക്കുക അല്ലേ? അതായിരിക്കും എൻ്റെ വിധി. അല്ലെങ്കിലും പടച്ചറബ് ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ, അതാണെന്ന് കരുതിയാൽ മതി. ഷെഫി ഉസ്താദ് മനസ്സിൽ വേദനയോടെ പടച്ചറബിനോട് പ്രാർത്ഥിച്ചു. അല്ലാ, ഹൈറാണെങ്കിൽ എന്നെ നീ അവിടെ എത്തിക്ക്. റഹ്മാനെ, ഷർറാണെങ്കിൽ അത് തട്ടിക്കളയുകയും ചെയ്യേ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് സ്റ്റോറിക്ക് ഒരു ലൈക്ക് തരണേ. ഇൻഷാ അല്ലാ.
പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സിനാനെ ഉസ്താദ് അവരൊക്കെ ഒരേ ഒരു കാറ്റഗറിയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ പേരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ചില പേരുകളൊക്കെ. അപ്പോൾ കമൻസിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്തോളൂ, തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞോളൂ, ഒന്നും നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ നമ്മളെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ തിരുത്തി തരല്ലേ, സന്തോഷമേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആ ചെയ്യുക. അപ്പോൾ 17-ാം രാവൊക്കെ കഴിഞ്ഞു, നോമ്പൊക്കെ 18ഒക്കെ ആയല്ലേ. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഇന്നലെയൊക്കെ ഒരു താത്തയൊക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞിരുന്നു ഓരോ കാര്യങ്ങൾ, മകന് മദ്യപിക്കുന്നുവെന്നോ, അതുപോലെ തന്നെ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, വീടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ദുആ ഒക്കെ ചെയ്തിരുന്നു. ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. എപ്പോഴാണ് ആരെ പ്രാർത്ഥനയാണ് പടച്ചവൻ സ്വീകരിക്കാൻ പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മക്കളെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് ഒക്കെ ഉണ്ടാവും അല്ലേ. അസുഖങ്ങൾ ഉള്ളവരുണ്ടാവും, അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും. ഒക്കെ പഠിച്ചവനെല്ലാം ഷിഫിയാക്കിക്കൊണ്ടാവും. അതുപോലെ നമുക്കെല്ലാവർക്കും ഈ ഒരു റമളാനിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനുള്ള ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പടച്ച റബ്ബേ മരണം ഹൈറാകുമ്പോൾ ഈമാനോട് കൂടി മൗത്താക്കി തരണമെന്നാണ്. അത് കഴിച്ചിലായാൽ വല്ലാത്തൊരു കഴിച്ചിലായാൽ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ശേഷമുള്ള എല്ലാം കഴിച്ചിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. അത് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ദുനിയാവിലേക്ക് പറഞ്ഞാൽ കുറച്ച് കാലത്തെ ജീവിതമാണ്, ആഖിറം അത് നന്നാവാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. ദുനിയാവും വേണം, ആഖിറവും വേണം, നമ്മുടെ മക്കൾക്കും ഒക്കെ നല്ല രീതിയിൽ വേണം, ഒക്കെ നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതം വേണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആഖിറത്തിലേക്കുള്ള ആ ഒരു ദുആ. പഠിച്ചവനെ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.